Welcome to Mahima's cooking class. ഇന്നത്തെ വീഡിയോയിൽ സുലൈമാനിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സുലൈമാനി നമ്മൾ സാധാരണ സെർവ് ചെയ്യുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കും, ബിരിയാണി പോലത്തെ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഡൈജഷന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ സുലൈമാനി അല്ലെങ്കിൽ കട്ടൻ ചായ നാരങ്ങയൊക്കെ ഒഴിച്ച് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് സുലൈമാനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 500 ml വെള്ളത്തിലാണ് 2 കപ്പ് വെള്ളം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml വാട്ടറാണ്. വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. ആദ്യം ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം, ചതച്ചിട്ട് ചേർക്കാം. ഒരു 1/2 ഇഞ്ച് കഷ്ണം നമ്മൾ പീസ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. ചെറിയൊരു കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു 2-3 കുരുമുളക്, 2 ഗ്രാമ്പു. ഈ ചതച്ച സ്പൈസസും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം സുലൈമാനി ഉണ്ടാക്കുമ്പോൾ ഇന്നതേ ഇടാൻ പാടുള്ളൂ എന്നില്ല. നമുക്കിഷ്ടമുള്ള പോലെ, നമുക്ക് ഏത് സ്പൈസാണ് കൂടുതൽ ഇഷ്ടം, അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വരണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വരണമെങ്കിൽ ഏലക്ക കൂടുതൽ ചേർക്കാം, പട്ടയുടെ ഫ്ലേവർ കൂടുതൽ വരണമെങ്കിൽ പട്ട കൂടുതൽ ചേർക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇടാം. പുതിനയല്ല, പുതിന നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൂടെ കിട്ടും. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഉപയോഗിക്കാം. പഞ്ചസാരയോ ശർക്കരയോ വേണമെങ്കിലും ചേർക്കാം. ഞാൻ 6 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത് 500 ml. മധുരം അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം. മിൻറ്റ് ലീവ്സൊക്കെ ഇട്ട് പഞ്ചസാര മൊത്തം അലിഞ്ഞു. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്കൊരു 3/4 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പിന്നെ ഫ്ലേവർ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർക്കാം. ഒരു അരനാരങ്ങ മതിയാവും. നല്ല നീരുള്ള നാരങ്ങ ആയതുകൊണ്ട് ഒരു 1/2 ലൈം മതിയാവും. ഇനി നമുക്ക് അരിച്ച് ഗ്ലാസസിലേക്ക് ഒഴിക്കാം. സുലൈമാനി എന്ന് പറയുന്നത് കട്ടൻ ചായ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ സ്പൈസസിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് ഇഞ്ചിയും മിൻറ്റും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 പേർക്ക് സെർവ് ചെയ്യാവുന്നൊരു പോർഷനാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.